JSK സുരേഷ് ഗോപിയുടെ നമ്മുടെ പുല്ല എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിക്കുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പുത്തൻ ചിത്രമാണ് JSK. സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ കിങ് ആണ്. കിങ് ആക്ഷന്റെ ഒക്കെ ഒരു തലതൊട്ടപ്പൻ എന്ന് പറയാം. പുള്ളി മാസ് സ്റ്റൈലിൽ വന്ന് ആക്ഷൻ കാണിക്കാൻ കിട്ടു. നമ്മൾ ചിന്താമണി കൊലക്കേസൊക്കെ കണ്ടിട്ടില്ല, അതേപോലത്തെ ഒരു സ്റ്റോറി ആയിട്ട് വരുന്നുണ്ട്. അതേപോലത്തെ എന്ന് പറഞ്ഞാൽ അതേ പകർപ്പ് സ്റ്റോറി അല്ല, വ്യത്യസ്തമായ ഒരു കഥയുമായി വരുന്നു JSK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പൊ ഈ സിനിമ ഇങ്ങനെ പുറത്തു വരാനിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടുത്തി പോലൊരു സംഭവം കടന്നു വരുന്നത്. എന്താന്ന് വെച്ചാൽ ഇതിൽ ജാനകി എന്നുള്ള പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടൊന്നും ഇല്ലാന്ന് തോന്നണേ, പക്ഷേ സംവിധായകനും പറയുന്നു ഈ പേര് ഞങ്ങൾ മാറ്റില്ല. അണിയറ പ്രവർത്തകർ പറയുന്നു എന്തായാലും ജാനകി എന്ന് പറഞ്ഞ പേര് ഞങ്ങൾ മാറ്റില്ല, കാരണം ഒരുപാട് വർഷം കാത്തിരുന്ന് ചെയ്ത സിനിമയാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് ജാനകി എന്ന് പറഞ്ഞ പേര് അത്രയേറെ അതിന് യോജിച്ചതും അതിൻ്റെ കാതലുമാണ്, സിനിമയുടെ കാതലായിട്ടുള്ള അതിൻ്റെ എന്താ പറയണ ശക്തിയായിട്ടുള്ള പേര് തന്നെയാണ്. ആ പേര് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതാണ് സംവിധായകനായിട്ടുള്ള പ്രവീൺ നാരായണൻ പറയുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുന്നു, ഇതെന്തായാലും ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. കടും വെട്ട് ഉള്ള രീതിയിലൂടെ ഇങ്ങനെ പോകുകയാണ്. സെൻസർ ബോർഡ് പറയുന്നു ഞങ്ങളിത് കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇത് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സിനിമയ്ക്കെതിരെ നടപടിയെടുക്കും. അപ്പോൾ ഈ അടുത്ത ആഴ്ചയായിട്ട് വരാനിരുന്ന ചിത്രത്തിന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ എന്താണ് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എല്ലാവരും ചേർന്ന് ഇങ്ങനെ മിഴുങ്ങുകയാണോ, ഒരു എന്താ പറയുക, ഈ തീ വെച്ച് നശിപ്പിക്കുകയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ ജാനകി എന്ന് പറഞ്ഞ പേര് എന്താണ് മാറ്റാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ സെൻസർ ബോർഡ് വയ്ക്കുന്ന കാര്യം ഇതാണ്. ജാനകി എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട സീതാദേവിയുടെ പേരാണ്. അത് നമുക്കറിയാം. അതെ, അങ്ങനത്തെ പേര് തന്നെയാണ് സീതാദേവിക്ക് ഉള്ളത്. അപ്പൊ ആ പേര് സിനിമയിൽ വരാൻ പാടില്ല, അത് കുറെ പേരെയൊക്കെ അത് മുറിവേൽപ്പിക്കുമെന്ന് അവർ പറയുന്നു. അതുകൊണ്ടാണ് ഈ ചിത്രത്തിൽ നിന്നും ജാനകി എന്ന് പറഞ്ഞ പേര് മാറ്റണമെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സിനിമയിൽ ഉടനീളമായിട്ട് എല്ലാ സിനിമകളിലും ഉണ്ടാകും ഈ ജാനകി എന്ന് പറഞ്ഞുള്ള പേര്. അപ്പം അത് മാറ്റാൻ പറയുമ്പോൾ പണി 8ന്റെ പണിയായിരിക്കും സംവിധായകനും അണിയറ പ്രവർത്തകർക്കൊക്കെ കിട്ടാൻ പോണത്. പിന്നെ അത് മാറ്റിയാൽ തന്നെ അതിൻ്റെ ഒരു ശക്തി പോകില്ല. JSK എന്നൊക്കെ പറഞ്ഞ പേര് പിന്നെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും മാറ്റിയിട്ട് അവിടെ വേറെ എന്തെങ്കിലും അക്ഷരം ചേർക്കേണ്ടി വരും. എയോ പിയോ ഇനി അവർ ഉദ്ദേശിക്കാൻ ഇടുന്ന പേര് ഏതാന്ന് വെച്ചാൽ ഇപ്പം വേറെ എന്തെങ്കിലും ഒരു പേര്, ഒരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ പേര് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താലും നമ്മുടെ ജാനകി എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിന് ആദ്യം ഇട്ട ടൈറ്റിലിൻ്റെ ഒരു ശക്തി കിട്ടില്ല, ഒരു കരുത്ത് കിട്ടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, സത്യം പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. നമുക്ക് ഒരു പേര് ഇട്ടെന്നും പറഞ്ഞിട്ട് സെൻസർ ബോർഡ് ഇങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞ് ഒച്ചപാട് വയ്ക്കുന്നതിൻ്റെ അതിലൊരു അർത്ഥവുമില്ലല്ലേ. ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ പുലിമുരുകൻ എന്ന് പറഞ്ഞ ചിത്രം നമ്മൾ കണ്ടതാണ്. പുലിമുരുകൻ മോഹൻലാൽ അടിപൊളിയായിട്ട് ചെയ്ത സിനിമയാണ്. അതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? മുരുകൻ. അതേപോലെ തന്നെ നമ്മുടെ ബ്ലാക്കിൽ മമ്മൂക്ക അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് ഷൺമുഖനാണ്, കാരക്കാമുറി ഷൺമുഖൻ. അത് അടിപൊളിയാണ്. ഷൺമുഖൻ എന്ന് പറഞ്ഞ പേരിനും ഒരു ഭഗവാന്റെ പേര് തന്നെയാണ് ആ പേര് വരുന്നത്. അപ്പം ഷൺമുഖൻ. അതുപോലെ തന്നെ നരസിംഹത്തിലേക്ക് ചെന്ന ഇന്ദുചൂടൻ എന്ന് പറഞ്ഞ പേരും ഹൈന്ദവ വിശ്വാസമായിട്ട് ഏറെ ഇങ്ങനെ യോജിച്ച് നിൽക്കുന്ന പേര് തന്നെയാണ്. എന്തിന് ഈ അടുത്തിറങ്ങിയ തുടരും സിനിമയിലെ ലാലേട്ടൻ്റെ പേര് ഷൺമുഖൻ എന്നാണ്. ഷൺമുഖൻ. അപ്പൊ അങ്ങനെയുള്ള പേരുകളൊക്കെ ഓരോ ചിത്രങ്ങളിൽ ഉണ്ട്. അതൊക്കെ ഓരോ ചിത്രങ്ങൾക്ക് യോജിച്ചതായിട്ട് നിലകൊള്ളുന്ന പേരുകളാണ്. പിന്നെ ഈ ജാനകി എന്ന് പറഞ്ഞിട്ടുള്ള പേര് മാറ്റണമെന്ന് ഇത്ര വാശി വെക്കുന്നതിന്റെ കാര്യം എനിക്ക് അറിയില്ല കേട്ടാ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ചിത്രത്തിന് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു മാറ്റം കൊണ്ടുവരണം. ജനങ്ങൾക്കിടയിൽ ഒരു ഇടുത്തി പോലെ ഈ സംഭവം ഇങ്ങനെ ഞങ്ങൾ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യാജ ഒരു രീതിയിലുള്ള ഒരു തട്ടിക്കൂട്ട് വാർത്ത സൃഷ്ടിക്കലാണോ എന്നും കൂടി എനിക്ക് സംശയമുണ്ട്. അപ്പൊ എന്തായാലും അണിയറ പ്രവർത്തകർ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് ഹർജിക്ക് പോകാനാണ് ഇതിന്റെ തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. സത്യമാണോ മിഥ്യയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഉടനീളം എല്ലാ വാർത്താ ചാനലുകളിലും കേൾക്കുന്ന വാർത്ത JSK എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ജാനകി എന്ന് പറഞ്ഞ ആ കഥാപാത്രത്തിന്റെ പേര് മാറ്റണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ സുരേഷ് ഗോപി, അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഗോപി, പിന്നെ അഷ്കർ അലി നമ്മുടെ ആസിഫ് അലിയുടെ സഹോദരൻ, അതേപോലെ തന്നെ ദിവ്യ പിള്ള, പിന്നെ ഒരുപാട് നാളുകളായി മലയാളത്തിൽ നിന്നും മാറി നിന്ന നമ്മുടെ അനുപമ പരമേശ്വരനും കൂടി ഈ ചിത്രത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയായിട്ട് മാറുമ്പോൾ ഈ ചിത്രം വലിയൊരു കഥ പറയാനിരിക്കുന്നു. ചിന്താമണി കൊലക്കേസൊക്കെ പോലെ സുരേഷ് ഗോപി വന്നിട്ട് ആരുടെ പണി ഞാൻ തരും എന്നൊക്കെ ഓരോ സ്റ്റൈലുണ്ടല്ലോ, അതൊക്കെ കാണിക്കാനുള്ളൊരു മാസ് കാണിക്കാനിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു 8ന്റെ പണിയല്ലേ. ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത്. സെൻസർ ബോർഡ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും വാശി പിടിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥ എന്നൊക്കെ പറയുമ്പോൾ ഒരു പുസ്തകത്തിൽ വരുന്നൊരു കഥ അല്ലെങ്കിൽ വേറൊരു
രീതിയിൽ വരുന്നൊരു ഇത് എന്ന് പറയുമ്പോൾ ഒരു നാടകമായാലും അതിലൊക്കെ എന്തെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ പേരുണ്ട്, ആ പേര് ഉടനീളം മറ്റുള്ളവരെ വേദനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനോട് വലിയ യോജിപ്പൊന്നും എനിക്കില്ല. അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതൊരു ഒരു ഒരു കലാ സൃഷ്ടിക്കൽ മാത്രമാണ്. അതല്ലാതെ ആരും അത് തലയിച്ച ഒന്നിങ്ങനെ നടന്ന് അതിങ്ങനെ വിപ്ലവം ഉണ്ടാക്കി ഒന്നും ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആരും ഇരിക്കുന്നില്ല. ഇപ്പം നല്ലതായാലും ചീത്തയായാലും സിനിമയിലൂടെ അത് നല്ലതാണെന്നുള്ള രംഗങ്ങൾ സൃഷ്ടിക്കുമ്പോഴും അല്ലെങ്കിൽ ചീത്തയാണെന്ന് കാണിക്കപ്പെടുന്ന രംഗങ്ങൾ സൃഷ്ടിക്കുമ്പോഴാണ് ഒരാൾക്കത് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പം അതിൽ ഈ നല്ലത് മാത്രം മതി, ചീത്ത ആയിട്ടുള്ള രംഗങ്ങൾ ഒന്നും വെക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സിനിമ എന്ന് പറയുമ്പോൾ എല്ലാം ഉൾക്കൊണ്ട് വരുന്നൊരു സംഭവമാണ്. ഇന്നത്തെ കാലത്ത് സിനിമ എന്ന് പറയുമ്പോൾ അതിന് നാച്ചുറാലിറ്റി കൂടുതലാണ്. അപ്പോൾ ഒറിജിനാലിറ്റി കൃത്യമായിട്ട് എടുത്ത് കാണിച്ചാലൊക്കെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുമല്ലോ. അല്ലാതെ പണ്ട് കാലത്ത് കാണിക്കുന്ന പോലെ കോമിക്കൊക്കെ പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ എടുത്ത് ഒറ്റ ചവിട്ടം എടുത്തോണ്ട് പോടാന്നും പറഞ്ഞു. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ കാര്യങ്ങൾ നീക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെൻസർ ബോർഡ് എന്തായാലും കുറച്ചും കൂടി കാര്യഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ ചിന്തിച്ച് ഇതിനൊരു തീരുമാനത്തിലെത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ സുരേഷണ്ണൻ കൃത്യമായൊരു തീരുമാനം എടുത്തിരിക്കും, അത് ഉറപ്പാണ്. അല്ലാതെ പുള്ളിക്കാരൻ എന്തായാലും ഈ വിഷയത്തൊന്നും നിസ്സാരമായിട്ട് അങ്ങനെ കാണാനുള്ള കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇത്തരം ഒരു ഹൈപ്പോടുകൂടി വരുമ്പോൾ അത് ആ സിനിമേനെ നിസ്സാരമാക്കി കളയാനൊന്നും സുരേഷ് ഗോപി സമ്മതിക്കില്ല. അങ്ങനെ തന്നെ സംഭവിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും JSK എന്ന് പറഞ്ഞിട്ടുള്ള പേര് മാറ്റില്ല എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ആ ഒരു ഉറച്ച ശക്തിയോട് കൂടി മുന്നോട്ട് പോട്ടെ. അപ്പം എന്താണ് ഈ കാര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റുകളായിട്ട് അറിയിക്കൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.